നമ്മളൊരു പുതിയൊരു ഐറ്റം കാണിക്കുകയാണേ. പുതിയ ഐറ്റം അല്ല, കൂണ്. ആ കൂണ് എൻ്റെ കൂട്ടുകാരി വീട്ടിൽ കൃഷി ചെയ്യണതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കൂണ് ഇന്ന് ഫ്രൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ എങ്ങനെയാണ് ഫ്രൈ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ചൂടുവെള്ളത്തിൽ ഒരു 5 മിനിറ്റ് വരെ നമുക്ക് ഇട്ട് വയ്ക്കാം. എന്നിട്ട് നമ്മൾ ഇത് റോസ്റ്റ് ചെയ്യും. ഫംഗൈ ഫാം ഓയിസ്റ്റർ മഷ്റൂം നമ്പർ നിങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ ഉണ്ട്. അപ്പോൾ നമ്മൾ ചൂടുവെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കൂണിട്ടിട്ട് വെക്കുകയാണ് കേട്ടോ. ഒരു 5 മിനിറ്റ് നേരം നമ്മളത് ഇങ്ങനെ ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കുന്നുണ്ട്. അതിന് ശേഷം ഇതാ നമ്മൾ ചൂടുവെള്ളത്തിൽ നിന്ന് എടുത്ത് കഴിഞ്ഞിട്ടുള്ള ഒരു ഇതാണ്. നന്നായി വെള്ളമൊക്കെ പിഴിഞ്ഞ് കളഞ്ഞിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, കുരുമുളക്, മുളക് പൊടി, ഉപ്പ്, മസാല എല്ലാം കൂടിയിട്ട്, മല്ലിപ്പൊടി കൂട്ടിയിട്ട് മിക്സ് ആക്കിയിട്ട് നമ്മൾ കൂണിലേക്ക് പുരട്ടിയിട്ട് വെക്കണമെന്നില്ല കേട്ടോ അധികം നേരം. ഇത് അപ്പം തന്നെ മസാല പുരട്ടിയിട്ട് നമ്മൾ വറുക്കുകയാണ് ചെയ്യണത് കേട്ടോ. മസാലയൊക്കെ പുരട്ടിയിട്ട് നമ്മളിത് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഓരോന്ന് കൂണ് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അത് നമ്മൾ ഫ്രൈ ചെയ്ത് എടുക്കുകയാണ്. എൻ്റെ ഫ്രണ്ടിൻ്റെ കടയിൽ നിന്നാണ് ഈ കൂണ് വാങ്ങിയത് കേട്ടോ. കുറാഞ്ചേരിയിലാണ് ലൊക്കേഷൻ വരുന്നത്. പേര് സീജ എന്നാണ്. ഞാൻ കുറേ കാലമായിട്ട് പരിചയപ്പെട്ടിട്ടുള്ള ഒരു ഫ്രണ്ടാണ്. നമ്മുടെ കൂണ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഇനി കോരിയെടുക്കാം. നല്ല ടേസ്റ്റുള്ള കൂണാണ് കേട്ടോ ഇത്.